ഹേ ഗൈസ്, അപ്പം നമ്മളിന്ന് പോകുന്നത് ജർമ്മനിയിലെ ഓപ്പൽ സൂവിലേക്കാണ്. ഈ സൂ എന്ന് പറയുമ്പോൾ നമുക്ക് ഓർമ്മ വരും നമ്മുടെ നാട്ടിലൊക്കെ ഒരു 4 ചുറ്റുമതിനുള്ളിൽ കുറച്ച് ജീവികളെ കൊണ്ട് പൂട്ടിയിട്ടിരിക്കുന്ന പോലെ ആയിരിക്കും. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. നമ്മൾ ചെന്ന് കയറി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും നമ്മളൊരു കാട്ടിൻ്റെ ഉള്ളിൽ പെട്ടുപോയതുപോലെയാണ് ഈ ഒരു സൂവിൻ്റെ ഒരു അവസ്ഥ വരുന്നത്. അതേപോലെ ഇതിൻ്റെ എൻട്രി ഫീ വരുന്നത് 17 യൂറോ ആണ്. ഫ്രാങ്ക്ഫർട്ട് സിറ്റിയുടെയും വീസ്ബാഡൻ സിറ്റിയുടെയും ഇടയിലായിട്ടാണ് ഈ ഒരു സ്വർഗ്ഗ സമാനമായ സ്ഥലം വരുന്നത്. എത്രയൊക്കെ നമ്മൾ വലുതായെന്ന് പറഞ്ഞാലും കണ്ടാലും നമുക്ക് ഇങ്ങനെയുള്ള കാഴ്ചകൾ എപ്പോഴും ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ കണ്ടതും കാണാത്തതുമായിട്ടുള്ള ഒരുപാട് ആനിമൽസ് ഇവിടെയുണ്ട്. എന്നെ ഏറ്റവും കൂടുതൽ ഞെട്ടിച്ചത് ഈ ഒരു ചീറ്റയെ അടുത്ത് കണ്ടപ്പോഴായിരുന്നു. കാരണം ഞാൻ ടി വിയിൽ മാത്രമാണ് ഈ ഒരു ചീറ്റേനെ ഇങ്ങനെ കണ്ടിട്ടുള്ളത്. അത് മാത്രമല്ല, ഇവിടുത്തെ ഓരോ ആനിമൽസിനും ഓരോ പേരുകളും ഉണ്ടാവും. അത് അതിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ അവരിങ്ങനെ മെൻഷൻ ചെയ്ത് വെച്ചിട്ടുണ്ടാവും. പിന്നെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ആനിമൽസിനെ നമുക്ക് ഫീഡ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. എൻട്രൻസിൽ തന്നെ അതിനുള്ള ഫുഡിൻ്റെ ക്യാരറ്റും കാര്യങ്ങളും നമുക്ക് വാങ്ങിക്കാൻ പറ്റുന്നതായിരിക്കും. അതേപോലെ ഒരു 1 ഡേ ട്രിപ്പിന് പറ്റിയ ഏറ്റവും നല്ലൊരു പ്ലേസ് ആണ് ഈ ഓപ്പൽ സൂ എന്ന് പറയുന്നത്. ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും ഞാൻ ഈ ഒരു വീഡിയോയിൽ ആഡ് ചെയ്തേക്കാം. അതേപോലെ ഈ ഒരു ആട്ടിൻകുട്ടികളെ നമുക്ക് തൊടാനും അവരോട് കളിക്കാനും എടുക്കാനും ഒക്കെ പറ്റുന്നതായിരിക്കും. പിന്നെ നമ്മുടെ ഒരു സ്ട്രെസ് റിലീഫിന് വേണ്ടിയിട്ട് നമുക്ക് ഇവിടുത്തെ റൈഡ്സും എൻജോയ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അത്രയേറെ ഫണ്ണായിരുന്നു നമ്മൾ ഈ ഒരു റൈഡിലൊക്കെ കയറിയപ്പം. പിന്നെ നിങ്ങൾ മസ്റ്റായിട്ട് ഈ ഒരു 1 ഡേ ട്രിപ്പിന് നിങ്ങളുടെ ഫ്രണ്ട്സിനെയും കൂട്ടിയിട്ട് ഈ ഒരു ഓപ്പൽ സൂവിലേക്ക് വരിക. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷനും കാര്യങ്ങളും വീഡിയോയുടെ അടിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ ചൂസ്.